നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തായി ആലോചിക്കുന്നെ? ഇന്നത്തെ സേതുമാധവന്റെ തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. അതിലെന്താ എത്ര ആലോചിക്കാൻ? അങ്ങേർക്ക് വയസ്സാകും തോറും പുതിയ സ്വപ്നങ്ങളും വാശികളും ഒക്കെ ഇങ്ങനെ കൂടി വരും. അങ്ങേരുടെ ആ ഭ്രാന്തിനെ പറ്റി നീ എന്തിനാ ആലോചിക്കുന്നെ? ചേച്ചി അങ്ങേര് പറഞ്ഞത് കേട്ടില്ലേ? അഞ്ചിലൊരു സ്വത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്ന്. അത് കേട്ടതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലാന്ന്. ആ സ്വത്ത് അവകാശിയില്ലാതെ അങ്ങനെ കിടക്കും. അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ആതിരയുടേത് നമ്മള് കലക്കും. പിന്നെ സ്നേഹ അവളുടെ വിവാഹ സ്വപ്നങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരിക്കുകയും ചെയ്യും. പിന്നെ അയാള് പറഞ്ഞ ആ സ്വത്ത് ആർക്ക് കിട്ടാനാ? നെല്ലിശ്ശേരി സേതുമാധവന് 3 മക്കളല്ല, ഒരാള് കൂടിയുണ്ട്. നന്ദൻ എന്ന അയാളുടെ പേര്. മക്കള് 4 പേരുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കുമ്പോ 3 മക്കളെ കൂട്ടിയാ മതി. എന്തായാലും മൂത്ത മരുമകൾ ഇവിടെ ഉള്ളത് സേതുമാധവന്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാനല്ല, എന്റെ കാര്യങ്ങൾ നിറവേറ്റാനാ. ജന്മം കൊടുക്കാനല്ല അവന്തിക ഇവിടേക്ക് വന്നത്. ഉള്ള ജീവനുകളെ എന്നേക്കുമായി എടുക്കാനാ. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്കാദ്യം. നന്ദനിൽ ചേച്ചിക്കൊരു കുഞ്ഞായ 5-1. ആ 1 പറയുമ്പോ എത്ര വരുമെന്ന് ചേച്ചിക്ക് അറിയോ? കോടിക്കണക്കിന് രൂപയും ഏക്കർ കണക്കിന് സ്ഥലവും ഒക്കെ കാണും. സ്ഥലം മാത്രം എടുത്താൽ തന്നെ മൊത്തം 1700 ഏക്കർ. അതിൽ 5-1 പറയുമ്പോ 340 ഏക്കർ. ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന അല്ല. നാളെ ഒരു സമയം ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ല. നന്ദൻ എല്ലാം എല്ലാവരോടും പറയേണ്ട സമയമേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് പുറത്തു പോകാൻ. അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടാതിരിക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു പിടിവള്ളി വേണം. ആ പിടിവള്ളിയാണ് ചേച്ചി പ്രസവിക്കുന്ന കുഞ്ഞ്. എന്തായാലും ആതിരയെ പ്രസവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ സേതുമാധവന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്ന ആള് ചേച്ചിയായിരിക്കണം. പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ചേച്ചി ഇവിടുത്തെ മഹാറാണിയായി വാഴുകയും ചെയ്യും. പറഞ്ഞപ്പോ എളുപ്പങ്ങ് കഴിഞ്ഞു. എന്റെ ഭർത്താവെന്ന് പറയുന്നവന് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഭാര്യ പോയിട്ട് മനുഷ്യനായിട്ട് പോലും കാണാത്തൊരു ഭർത്താവിൽ നിന്നാണോ ഞാൻ ഗർഭം ധരിക്കണമെന്ന് നീ പറയുന്നത്? ആ മുറിക്കകത്ത് തന്നെ പല പല നിയമങ്ങളാ. ഞാൻ കിടക്കുന്നതാണെങ്കിലും തറയിലും. ചേച്ചി, നമുക്ക് ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കാം. എത്ര ദേഷ്യവും പിണക്കവും ഉള്ളവനാണെങ്കിലും അവന്റെ മനസ്സിളക്കാൻ ഒരു പെണ്ണിന് കഴിയും. എങ്ങനെയെങ്കിലും ഒന്ന് സഹിച്ചാ കോടികളാ വരാൻ പോകുന്നത്. ഒരു കൊച്ചിനെ പ്രസവിച്ച് അതിനെ ഒക്കത്ത് വെച്ചോണ്ട് അടക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് നെല്ലിശ്ശേരിയിലെ ചോര കൂടിയാണെങ്കിൽ നാളെ നമുക്കെതിരെ തന്നെ വാളെടുക്കും. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞ വല്ല ബോർഡിങ്ങിലോ അനാഥാലയത്തിലോ തള്ളാൻ നമുക്കതിനെ. അതിനൊക്കെ മുൻപ് ആദ്യം നന്ദനെ വലയിലാക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.